ഹാപ്പി പൂരം. ഹാപ്പി പൂരം. ഈ ഘടകപൂരം ജരാജേട്ടന്റെ ഘടകപൂരങ്ങൾ 8 കണിമംഗലത്തിൽ നിന്നും ഇവിടെ കണിമംഗലം നമ്മുടെ നാടാണ്. കണിമംഗലത്തിന്റെ ആദ്യത്തെ പൂരം, കണിമംഗലത്തിന്റെ പൂരം തെക്കേ ഗോപുരം തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അത് കഴിഞ്ഞ് പനമുക്കപ്പള്ളി ശാസ്താവിന്റെ കിഴക്കേ ഗോപുരം കടന്നു വരും. അത് കഴിഞ്ഞാൽ ചെമ്പുക്കാവ് ഭഗവതിയുടെ കിഴക്കേ ഗോപുരം കടന്നു വരും. അത് കഴിഞ്ഞാൽ കാരമുക്കിന്റെ പടിഞ്ഞാറ ഗോപുരം കയറി വരും. ഈ പൂരങ്ങളിൽ കണിമംഗലം ശാസ്താവ് ഒഴിച്ച് ബാക്കി 7 ഘടകപൂരങ്ങളും തെക്കോട്ട് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ ചെമ്പുക്കാവിൻ്റെ ഒരു പൂരത്തിന് പ്രത്യേകത തെക്കോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും കയറി പടിഞ്ഞാറ് ഗോപുരം വഴി ഇറങ്ങിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ഡിസൈനാണ് 1796 ശക്തൻ തമ്പുരാൻ പൂരത്തിനെ പുതിയ രീതിയിലാക്കുന്നത്. അതിനു മുമ്പ് പൂരം ഉണ്ടാവണമല്ലോ, യോഗാതിരിപ്പാടന്മാരുടെ കാലത്ത് പൂരം ഉണ്ടായിരിക്കാം. 1796 ശക്തൻ തമ്പുരാൻ പൂരം പരിഷ്കരിച്ച് ഇപ്പോഴത്തെ ഫോമിലാക്കിയത്. ശക്തൻ തമ്പുരാൻ ഇത് കാർഷിക വൃത്തിയുടെ ഭാഗമായിട്ടുണ്ടായ പൂരമായിരുന്നു. പിന്നീട് ഈ നഗരത്തെ വികസിപ്പിക്കാൻ, നഗരം വലുതാക്കാൻ വേണ്ടിയാണ് ശക്തൻ തമ്പുരാൻ്റെ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ കണ്ണ് തുറന്നത്. അങ്ങനെ തുടങ്ങി ഈ പൂരം. നമ്മുടെ പെരുവനം പൂരത്തിന് പോയിരുന്ന തൃശ്ശൂർ പൂരത്തിലെ ഘടകപൂരങ്ങൾ നേരം വൈകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അവിടേക്ക് ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ ആ ഒരു വാശിയുടെ പുറത്താണ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരം തുടങ്ങിയത്. ഈ തൃശ്ശൂർ പൂരത്തിൽ പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളെ പ്രധാന 2 ഭാഗങ്ങളാക്കി നിർത്തി തൃശ്ശൂരിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവുള്ള ഘടകക്ഷേത്രങ്ങളിൽ നിന്ന് പൂരങ്ങൾ വന്ന് അവർ പൂരം കൊട്ടി പടക്കുന്നതിനെ വണങ്ങി പോവുകയും അതിനെ തുടർന്ന് തിരുവമ്പാടിയും പാറമേക്കാവും പൂരത്തിന് വരികയും എന്നിട്ട് തീർക്കുന്ന ശബ്ദനാദ നിറ വർണ്ണ വൈവിധ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭൂമിയിലെ കാഴ്ചയാണ് തൃശ്ശൂർ പൂരം. ജനത്തിൻ്റെയാണ് തൃശ്ശൂർ പൂരം. ജനത്തിന്റെ ജനമാണ് കാരണം ഞാൻ ജനം ടി വിയിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത് ജനമാണ് പ്രധാനം എന്ന്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് തൃശ്ശൂർ പൂരത്തിനാണ്. അത് 100-ൽ 110 അതിൽ ഭൂരിപക്ഷത്തിന് വേണ്ടി വീടാന്തരം കയറി ഇറങ്ങേണ്ട കാര്യമില്ല. തൃശ്ശൂർ പൂരാണ് ഒന്ന് വരണട്ടോ എന്ന് പറയണ്ട. ലോകം മുഴുവൻ വന്നിരിക്കുക. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ എന്നോട് ജയരാണ ഞാൻ ട്രിവാൻഡ്രത്ത് വരണത് എന്ന് പറഞ്ഞു ഒരാള്. കൊല്ലത്തുകാരൻ അണ്ണാ ശാസ്ത്രം അങ്ങോട്ട് വരുന്നുണ്ണാ. കോട്ടയത്തുകാരൻ പറഞ്ഞു ഓ ഇപ്പം വന്ന് കയറിയുള്ളൂ, തുടങ്ങിയോ? പറശ്ശിനിക്കടവിന്ന് വിളിച്ചു. ആ കൊച്ചിക്കാര് നമ്മ പോണില്ല പൂരപ്പറമ്പിൽ ഉറങ്ങണീന്ന് പറഞ്ഞു. പാലക്കാട് നിക്കാട്ടാ എന്നിട്ട് വിളിച്ചു. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും എല്ലായിടത്തുനിന്നും പൂരം കാണാൻ വരികയാണ്. അപ്പം അതുകൊണ്ട് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങൾ എല്ലാവർക്കും വേണ്ടതുണ്ട് പൂരത്തിൽ. ഇന്നലെ ആനയഴക് കാണാൻ വേണ്ടി എത്ര ലക്ഷം ആൾക്കാരെ വന്നറിയാം. ആന ചമയങ്ങളില്ലാതെ നിൽക്കുന്നത് കാണാൻ, ആന കുളിക്കാൻ അത് കണ്ടാ പോവും. ഘടകപൂരം കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പോവും. ഇപ്പൊ പാർമേക്കാവിന്റെ ഇവിടെ 12 മണിക്ക് സർവാഭരണ വിഭൂഷിതയായിട്ട് ലോകമാതാവായിട്ടുള്ള പാർമേക്കാവിലെ അമ്മ ചമ്പട മേളം കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളി വരുന്നത് കാണാൻ ജനസഹസ്രങ്ങൾ അവിടെ നിൽക്കുക. ഇവിടെ നമ്മുടെ ബ്രഹ്മസ്വം മഠത്തിൻ്റെ മുമ്പിൽ ദേവാമൃത ഗംഗയൊഴുക്കുന്ന ഏറ്റവും വലിയ ദേവവാദ്യമായിട്ടുള്ള പഞ്ചവാദ്യത്തിൻ്റെ ശംഖൂതി കാലം നിരത്തി തിമിലയിൽ തക തക താ എന്ന് പറയുന്നത് കേൾക്കാൻ അവിടെ ജനങ്ങൾ നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് 4:30 ഈ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തിരുവമ്പാടി പാറമേക്കാവും തമ്മിലുള്ള കൊല്ലത്തിലൊരിക്കലും കൂടിക്കാഴ്ചയാണ്. ഗ്രേറ്റ് ദർബാർ, മുഖാമുഖം. അവിടെ ജനത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും നമ്മൾ. എവിടെ നിന്ന് പല ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ ജനക്കൂട്ടമൊക്കെ അവിടുത്തെ ആ സമയത്ത് ഇവിടത്തേക്ക് കൃത്യമായി വരും. അതായത് ഇത് ഋഷഭക്കുന്നെന്നാ പറയാ. ഇതൊരു കുന്നായിരുന്നു. ഇപ്പൊ തന്നെ നിപ്പ് കണ്ടറിയാലോ. ഈ സാധാരണ കുന്നിൽ നിന്നാണ് നദി ഉത്ഭവിച്ച് താഴോട്ട് ഒഴുകുക. ഇവിടെ അങ്ങനെയല്ല, കുന്നിൻ മുകളിലേക്ക് മനുഷ്യക്കടൽ കയറി വരികയാണ്, കടൽ കയറി വരികയാണ്. ഇതൊരു വളരെ വിശ്വത്തിൽ തന്നെ വിശ്വത്തോളം ഉയർന്നതാണ്. കാരണം നയിക്കുന്ന വിശ്വനാഥനാണ്. ഒന്നിനും പങ്കില്ലാതെ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വടക്കനാഥിന്റെ മുന്നിലാണ് ഈ പൂരം നടക്കുന്നത്. വടക്കനാഥ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലേ. അതെ അതെ. അതായത് കണിമംഗലം ശാസ്താവ് മാത്രമേ വടക്കനാഥിനെ വണങ്ങാതെ പോകുന്നുള്ളൂ. കാരണം ദേവഗുരു ആയതുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് എന്ന് പറഞ്ഞു പോകും. ബാക്കിയെല്ലാം വടക്കുന്നതിനെ വണങ്ങും. ഗുരുവായതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. അതെ, അതുകൊണ്ടാണ് അവിടെ പോകാത്തല്ലേ. അതുകൊണ്ട് നടയിൽ പോവില്ല, പൂരം സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി ഇറങ്ങിയുള്ളൂ കണിമംഗലം ശാസ്താവ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഈ മറ്റേ ആഘോഷ പെരുമയാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. ഇതൊരു ആഘോഷത്തിന്റെ പെരുമയാണ്. അത് മാത്രമല്ല ആചാരപ്പഴമയുണ്ട് ഇതിനകത്ത്. കൃത്യമായിട്ട് ഓരോ ക്ഷേത്രങ്ങളിലും കൊടി കയറുന്നു, ഓരോ ക്ഷേത്രങ്ങളിലും പൂജാവിധികളും എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത്, പലരും വിചാരിക്കുന്ന ഒരു കെട്ടുകാഴ്ചയാണോ? അല്ല,
കൃത്യമായ പൂജാവിധികളോടുകൂടി 7 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസമാണ് പൂരം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് കെട്ടുകാഴ്ച പൂരം അതല്ല. അത് ആഘോഷ പെരുമ നമ്മൾ പുറമേ കാണുന്നു. ആചാരപ്പഴമ അകത്തുണ്ട്, താളവിസ്മയങ്ങളുണ്ട്, നാദവിസ്മയങ്ങളുണ്ട്, നിറങ്ങളുടെ മഹോത്സവമാണ്, ശബ്ദം ആകാശത്തുണ്ട്. മണ്ണിലും പൂരം, മാനത്തും പൂരം, കണ്ണിലും പൂരം, കാതിലും പൂരം, ഇടക്കയിലും പൂരം, ഇടക്കിടെ പൂരം, ഇടക്കയിൽ പൂരം. അത് തൃശ്ശൂർ കൃഷ്ണകുമാർ ഇടക്കയിൽ പൂരം. ഇവിടെ എത്രയോ കലാകാരന്മാർ, ഞാൻ നേരത്തെ പറയായിരുന്നു, ഇടക്കയിൽ പട്ടരാത്ത് ശങ്കരമാരും പല്ലാവരും അപ്പന്മാരും തുടങ്ങി. കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുപോയ തിച്ചൂർ മോനേട്ടനെ ഓർക്കാണ്ട് പറ്റില്ല. തിച്ചൂർ മോനേട്ടൻ കഴിഞ്ഞ വർഷം വരെ തിരുവമ്പാടിക്ക് കൂട്ടിയിരുന്നു. അപ്പോൾ മോനേട്ടന് വേണ്ടി ഒരു വരുന്നോളോ, വായിച്ചാൽ മതി. ദേവരാജ മാസ്റ്റർ പാട്ടാ വായിക്കാം. വയലാർ ദേവരാജൻ മാസ്റ്റർ. അത് വായിച്ചാൽ മതി, പാടണ്ട. അതായത് തൃശ്ശൂർ പൂരം കണി കാണുന്നത് കടിമംഗലം ശാസ്താവിൽ. കണി കണ്ട് പൂരം 30 മണിക്കൂറാണ്. ഈ 30 മണിക്കൂർ കഴിഞ്ഞ് വിടചൊല്ലി പിരിയുന്ന കൈ കൊടുത്തിട്ടാണ് ആനകൾ തമ്മിൽ കൈ കൊടുത്തത്. കണി കണ്ടുണർന്ന് കണിമംഗലം കഴിഞ്ഞ് മറ്റ് ഘടകപൂരം കഴിഞ്ഞ് തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിൽ കണ്ട് പഞ്ചവാദ്യവും ചെണ്ടമേളവും കഴിഞ്ഞ് ഇവിടുത്തെ നിറങ്ങളുടെ മോഹിനിയാട്ടവും കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോയി. രാത്രി വീണ്ടും പൂരം ആവർത്തിച്ച് പുലർച്ചയ്ക്ക് ആകാശത്തെ മാനത്തെ പൂരവും കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് വീണ്ടും മേളം തുടങ്ങി. അടുത്തടുത്ത് വന്ന് മേളം കലാശിച്ച് മറ്റൊരു വെടിക്കെട്ട് കഴിഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ ഇറക്കി വെച്ചിട്ട് ആലോചിക്കും അടുത്ത കൊല്ലം എന്ത് ചെയ്യും, അടുത്ത കൊല്ലം എന്താന്ന് അവിടെ കുറിച്ചു അപ്പൊ തന്നെ കുറിച്ചു വെച്ചു. അടുത്ത വർഷം മേടം മാസത്തിലെ പൂരം നാൾ എന്ന് കുറിച്ചു വെച്ചു. ഓരോ പൂരവും അങ്ങനെയാണ്. അപ്പൊ ഓരോ കൊല്ലവും പുതിയതാണ്. നമ്മുടെ ചമയ കലാകാരന്മാര് അവരുടെ കഷ്ടപ്പാട്, നമ്മളീ പറയുന്ന ഈ കാലത്ത് നടക്കുന്ന ടെക്നോളജി അല്ല അത്. ഇതിന്റെ പിന്നിൽ വലിയ മനുഷ്യാധ്വാനം നടക്കുന്നുണ്ട്. എല്ലാ വർഷത്തിലൊരിക്കലാണ് പൂരമെങ്കിൽ ഇതിന്റെ പ്രയത്നം ഒരു കൊല്ലം ഒരു വർഷം നീണ്ടു നിൽക്കും. അതായത് ഈ ചമയ കലാകാരന്മാരില്ലേ, ഇപ്പൊ നമ്മുടെ ഈ ആനയ്ക്ക് വെച്ചിരിക്കുന്ന 1000 കണ്ണുള്ളതായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുക. ആനയുടെ 2 കണ്ണല്ല, ഈ 1000 പോളകൾ ഇങ്ങനെ ചിരിക്കുന്നതായിട്ട് തോന്നും. നെറ്റിപ്പട്ടം തലേക്കെട്ടില്, അതുപോലെ കോലം, കുട, വെഞ്ചാമരം, ആലവട്ടം, ആനയുടെ കുടമണികൾ, കച്ചക്കയറ്, ഈ സാധനങ്ങൾ, കഴുത്തിലെ മണി, ഇതെല്ലാം പുതിയതാണ് ഓരോ വർഷവും. ഇത് സൂചിയും നൂലും കത്രികയും തയ്യൽ മെഷീനും വെച്ച് മനുഷ്യനുണ്ടാക്കുന്നതാണ്. മനുഷ്യന്റെ കൈകളുടെയാണ്. പാരമ്പര്യമുണ്ട്. അവരുടെ പലരുടെയും. ഇപ്പം നമ്മുടെ മുരളി മാഷ് ഈ ആലവട്ടം വെഞ്ചാമരം ഉണ്ടാക്കുന്ന എൻ്റെ സുഹൃത്ത് പ്രൊഫസർ മുരളി മാഷ്, അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടും ഒക്കെ ചെയ്യുന്നത്. എല്ലാം കൈയുടെ അല്ലേ. നിങ്ങളുടെ കയ്യിലുള്ള മൈക്ക്, പൂരം ജനം ടി വിയിലൂടെ എത്തിക്കുന്ന കയ്യിലിരിക്കുന്ന മൈക്ക്, ക്യാമറ കയ്യ്, ഇടയ്ക്ക കയ്യ്, തിമിലയില് കയ്യ്, ചെണ്ടയില് കയ്യ്, കൊമ്പില് കയ്യ്, കുഴലില് കയ്യ്, താളത്തില് കയ്യ്, വെടിക്കെട്ടിന് കയ്യ്, മാല കെട്ടുന്ന വാരയുടെ കയ്യ്, പന്തം പിടിക്കുന്നവന്റെ തീവട്ടി കയ്യ്, പൂജ ചെയ്യുന്ന കയ്യ്, വിളക്ക് പിടിക്കുന്ന കയ്യ്, എല്ലാം മനുഷ്യാധ്വാനത്തിന്റെ ഒരു വലിയ. അവർ ഈ കുടമാറ്റത്തിന് കുടകൾ എങ്ങനെയാ വന്നു പോകുന്നതെന്ന് അറിയില്ല. ഈ കുടമാറ്റം പറഞ്ഞപ്പോഴാണ് എന്തൊക്കെയായിരിക്കും ഈ വർഷത്തിന്. കാരണം അതാണ് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ സൂക്ഷിക്കുന്ന മഹാസംഭവങ്ങളെക്കാൾ നാം ഇനി കാണാനിരിക്കുന്ന തൃശ്ശൂർ പൂരമാണ് എനിക്കിഷ്ടം. MTയുടെ വാചകത്തിനും തിരിച്ചിട്ടതാണ്. ഇതൊക്കെ വലിയ രഹസ്യങ്ങളാ. അതെ, വെടിക്കെട്ടും വലിയ രഹസ്യങ്ങളാ. ഒരാളാണ് ലൈസൻസിയെങ്കിലും രണ്ടും വ്യത്യസ്തമാണ്. ഈ ഒരു ലൈസൻസിയാണ് ഒരു കരാറുകട, അതുകൊണ്ട് തന്നെ ഒരു മാറ്റ് കുറയും ഇല്ല, മാറ്റ് കൂടുക ചെയ്യാം. അയാളുടെ തലച്ചോറിന്റെ പകുതി പാറമേക്കാവും, പകുതി തിരുവനന്തപുരം. അതെ, അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ്. മാറ്റ് കൂടെ ഉള്ളൂ. അപ്പൊ ഈ ആകാശത്തെ എന്തൊക്കെ വിസ്മയങ്ങളാന്ന് ആർക്കറിയാം?
ഇവിടെ മാറുന്ന കുടകളിൽ എന്തൊക്കെ വിസ്മയങ്ങളാണെന്ന് ആർക്കറിയാം? അവിടെ പഞ്ചവാദ്യം. എന്തായിരിക്കും മേളത്തിന്റെ ഈ ഇലഞ്ഞിത്തര മേളമൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇലഞ്ഞിത്തറ മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോകത്തിന് മുന്നിൽ നമ്മൾ കാഴ്ചവെച്ച ഏറ്റവും വലിയ പാണ്ടിമേളാണ്. ഈ പാണ്ടിമേളം എന്ന് പറയുന്നത് പഞ്ചാരി മേളം മ്യൂസിക്കലാ. ഈ പെരുവനത്തും ആറാട്ടുപുഴയിലും കുട്ടനെല്ലൂരിലൊക്കെ കൂട്ടുന്ന പഞ്ചാരി മേളം മ്യൂസിക്കലാണ്. ഇതങ്ങനെയല്ല. ഇന്ത ഇതാ ഇതാ ഇന്ത ഈ തത്തക്കത്ത ഇന്ത അതായത് മറ്റേ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് കലാകാരന്മാർ വന്നിട്ട് ഒരു പിഴവില്ലാതെ വിതൗട്ട് റിഹേഴ്സൽ നടത്തുന്നില്ല. അതല്ലേ സായിപ്പ് ഒന്ന് ചോദിച്ചു, ഹൂ ഈസ് ദ കണ്ടക്ടർ ഓഫ് ദിസ് സിംഫണി എന്ന് ചോദിച്ചു. പറഞ്ഞു നോ സിംഫണി സായിപ്പേ, പോയി പണിയൊക്കെ അവിടെ തേങ്ങേരം ഒരു തേങ്ങയില്ല, ഒരു ചുക്കില്ല. ആ ഹാർമണിയുടെ മാജിക് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം വളരെ ചെറുപ്പം മുതലേ സാധകം ചെയ്ത് അവർക്ക് ഒരു താളം തെറ്റിയാൽ അറിയാം. ഒരു കാലം ഏതാ? അതെ 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 അല്ല അത് ഹാർമോണിയം അല്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ ഇത്രയും ചൂടില് ഇത്രയും ജനങ്ങളുടെ നടുക്ക് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നിട്ട് ഓരോ മനുഷ്യരിലും സംഗീതം നിറയ്ക്കുന്ന ഇത്രയും വലിയൊരു മാജിക് ഇല്ല. മാജിക് മണിക്കൂറുകൾ അങ്ങനെ അതിന്റെ കൂടെ പതികാലം അങ്ങനെ 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 കാലം കയറി അക്ഷരകാലങ്ങൾ കൊട്ടാണ്. അക്ഷരകാലങ്ങൾ കൊട്ടി കയറി 9, 18 അങ്ങനെ കയറി അവസാനം ഒരു പൊട്ടിച്ചിതറാണ് ആണ് ഇലഞ്ഞിത്തറ മേളം. എന്നാൽ മഠത്തിലെ ഒരു പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഹരമാണ്. കാരണം വെച്ചാൽ അത് സംഗീതത്തിന്റെ ഒരു പഞ്ചവാദ്യം ഒരു പഞ്ചാമൃതാണ്. അതിങ്ങനെ നുണഞ്ഞിറക്കാം. ഞാനൊരു പഞ്ചവാദ്യത്തിന്റെ ആസ്വാദകനാണ് കൂടുതലും. എനിക്ക് മേള ഇഷ്ടമല്ലായിട്ടല്ല, പക്ഷെ പഞ്ചവാദ്യം അതും ഈ പറഞ്ഞ പോലെ ഓരോ വർഷവും പുതിയ രീതിയിലാണ്. അല്ല, ഈ കലാകാരന്മാര് ഓരോ വർഷം എന്തെങ്കിലും പുതിയത്. അതെ അതെ അതെ. അതിന് കുടമാറ്റത്തിലുള്ളതുപോലെ വെടിക്കെട്ടിലുള്ളതുപോലെ ഈ താളത്തിലും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് എവിടേക്കായി പോണെന്ന് തോന്നും. പക്ഷെ അവരുടെ കയ്യിൽ നിയന്ത്രണമുണ്ട്. മദ്ദളത്തിലെ അമർത്തി ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങോട്ട് പോരും. കോട്ടക്കൽ രവി മേള അവരുടെ മനോധർമ്മങ്ങളോട് പ്രയോഗിക്കും. അല്ല, ഈ ഞാൻ പറയാം എല്ലാ കലയുടെയും അടിസ്ഥാനം എന്താ? മനോധർമ്മം. ഇദ്ദേഹം കവിയും പാട്ടെഴുത്തുകാരനാണ്. മനോധർമ്മമാണ് പഠിച്ചു വെച്ചത്. അങ്ങനെ എഴുതി വെക്കല്ലോ. സൃഷ്ടി നടത്തുന്ന മനോധർമ്മമാണ്. ഇദ്ദേഹം മനോധർമ്മം ഇപ്പൊ കൊട്ടിയത് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനോധർമ്മമാണ്. മനോധർമ്മമാണ് കലയിൽ വ്യത്യസ്ത ഉണ്ടാക്കുന്നത്. നമ്മൾ എത്ര സ്ക്രിപ്റ്റ് എഴുതി വായിച്ചാലും നമ്മുടെ ഉള്ളിൽ നിന്നൊരു സാധനം വന്നാൽ അതായിരിക്കും ശ്രദ്ധിക്കുക. അതാ നമ്മുടെ ഉള്ളിൽ നിന്നും വരും. പക്ഷെ അറിയാൻ സമയം തന്നെ എവിടെയെങ്കിലും ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ പിഴവ് വരില്ല. അവിടെയാണ് ഓം നമ ശിവായ. ഇവിടെ ഇരിക്കുന്ന ആള് നൃത്തനാഥൻ, വടക്കുംനാഥൻ, ശ്രീപരമേശ്വരൻ, എന്തൊക്കെ പര്യായങ്ങളാണ്. അതായത് പഞ്ചാക്ഷരി മന്ത്രം തന്നെ ഓം നമശിവായ എന്നല്ലേ. പരമശിവ പുരമധന വരദ കരുണാനിധേ പാർവതി കാന്ത നമസ്തേ നമസ്തേ. വായിച്ചു ശിവന്റെ ഡമരു വായിക്കണേ. ഇടക്കിൽ ഡമരു. പരമശിവ പുരമധന വരദ കരുണാനിധേ പാർവതി കാന്ത നമസ്തേ നമസ്തുതേ. നിടില തട നയല പുട നിഹത കുസുമായുധ നിർമ്മലാകാര നമസ്തേ നമസ്തുതേ. സകല സുര മുനി മനുജ ധനുജ കുല വന്ദിത കാലാരി ദേവ നമസ്തേ നമസ്തുതേ. പരമശിവ പുരമദന വരദ കരുണാനിധേ പാർവതി കാന്ത നമസ്തേ നമസ്തേ. വിശ്വത്തിന്റെ നാഥനായിട്ടുള്ള അദ്ദേഹം നോക്കും. പിന്നെ പാർമേക്കാവിലെ അമ്മയുടെ അനുഗ്രഹം ഇല്ലാതിരിക്കൂ. സാക്ഷാൽ തിരുമാന്താംകുന്നിലെ അമ്മ ഇവിടെ വന്നതാണ്. അപ്പാട്ട് കുറുപ്പാളുടെ കുടപ്പുറത്ത് കയറി
വന്നിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചാണ്. ഈ പാറമേക്കാവിലെ അമ്മ ആപ്പാട്ട് കുറുപ്പാൾ കൊണ്ടുവന്ന് ആ കുടപ്പുറത്തിരുന്ന് വന്ന അമ്മ ആദ്യം ഇരുന്ന സ്ഥലമാണ് ഇലഞ്ഞിത്തറ. ആ പാറമേക്കാവിലെ അമ്മ ആദ്യം വന്നിരുന്ന സ്ഥലത്തിന്റെ ഓർമ്മയ്ക്കാണ് ഇലഞ്ഞിത്തറ മേളം അവിടെ കൊട്ടുന്നത്. അതുകൊണ്ടാണ് അവിടെ പാണ്ടിമേളം കൊട്ടുന്നത്. ദേവിക്ക് ഇഷ്ടമാണ് പാണ്ടിമേളം. അമ്പലമതിൽക്കകത്ത് പാണ്ടി അസുരവാദ്യം. അത് ഈ മറ്റേ തിരുമാന്താംകുന്നിൽ അമ്മ ആദ്യം വന്നിരുന്ന ആ സ്ഥലത്തെ ഓർക്കാനാണ് അവിടെ പാണ്ടിമേളം കൊട്ടുന്നത്. പിന്നെ തിരുവമ്പാടി കണ്ണൻ നോക്കിയിരിക്കൂ, ഇത് അനുഗ്രഹിക്കില്ലേ? അമ്മ കൊടുങ്ങല്ലൂർ അമ്മയാണ് കൂടെ. അതായത് കാച്ചാനിപ്പള്ളി മനയിലേക്ക് ഇടക്കുളത്തൂരത്തെ ശ്രീകൃഷ്ണനെയും കൊണ്ട് ഓടിയതാണ് അവിടെ ഒരു ലഹള നടന്നിട്ട്. അതാണ് തിരുവമ്പാടി കണ്ണനായത്. അപ്പോൾ പാറമേക്കാവിലെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ തിരുമാന്താംകുന്നിലെ അമ്മയും, തിരുവമ്പാടി കണ്ണൻ എന്ന് പറയുന്നത് തിരുവമ്പാടി കണ്ണൻ ഇടക്കുളത്തൂർ കൃഷ്ണനും, അവിടെ ഇരിക്കുന്ന അമ്മ കൊടുങ്ങല്ലൂർ ഭഗവതിയാണ്. ഇവിടെ ആനകൾ വന്നിട്ട് അവിടെ ഒരു രാജാവിനെ പ്രദക്ഷിണം വെക്കാൻ പോകും. രാജാവിനെ പ്രദക്ഷിണം വെക്കാൻ മാത്രമല്ല പോകുന്നത്, പഴയ പോസ്റ്റ് ഓഫീസ് ഇരുന്നിടത്ത് കൊടുങ്ങല്ലൂർ ഭഗവതി പഴയന്നൂർ ഭഗവതിയുടെ ഒരു അംശം അവിടെ ഉണ്ട്. പഴയന്നൂർ ഭഗവതി സാക്ഷാൽ ശക്തൻ തമ്പുരാന്റെ ഹരദേവതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബദേവതയാണ്. അതാണ് ആ ഐതിഹ്യം. ആൾക്കാർ വിചാരിക്കുന്ന വെറുതെ അവിടെ പോയി തിരിഞ്ഞു വരില്ല. അതെ അതെ ആ അതെ അതെ. അതായത് നമ്മൾ പറയുന്നത് അടിമക്കാവ് എന്നൊക്കെ പറയും. ഈ ശക്തൻ തമ്പുരാൻ 1796 പൂരം തുടങ്ങിയെന്ന് പറയുന്നു. ഈ 1796 മുതൽ ഈ 277 വർഷം വരെ പൂരം പുതിയതാണ്. ഓരോ വർഷവും പുതിയ മനോധർമ്മങ്ങൾ, പുതിയ പരീക്ഷണങ്ങൾ. എന്നാലോ ചിട്ടയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ചിട്ട മാറില്ല, ചിട്ടയും അച്ചടക്കത്തോടും കൂടി ആ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് അതിൽ വിശ്വാസമുണ്ട്. ആചാരപ്പഴമയിൽ പൊതിഞ്ഞ ആഘോഷ പെരുമ, അതാണ് തൃശ്ശൂർ. വേറെ എനിക്കൊന്നും ഇനി പറയാനില്ല. പുതുമ പറഞ്ഞാല് ഇടയ്ക്ക് എന്താ പറയാ, തൃശ്ശൂർ പൂരം മഠത്തിൽ വരുന്ന പ്രമാണി, ഇടയ്ക്ക് പ്രമാണി പല്ലവർ ശ്രീധരനാണ്. ശ്രീധരൻ നമ്മുടെ, അതായത് നമ്മുടെ മണിയന്മാരുടെ മകൻ. മണിയന്മാരല്ല, പല്ലശ്ശേര പത്മനാഭാശാന്റെ മകൻ. ഓ ആ ശ്രീ ഗുരുവായൂർ കൃഷ്ണാടകളിലത്തെ ഇടയ്ക്ക് മറ്റേ ഇയാള് പല്ലവർ ശ്രീധരൻ, സുധാകരൻ എല്ലാവരും ശ്രീധരൻ മണിയമ്മ. എനിക്ക് തെറ്റിയിട്ടില്ല, സുധാകരൻ ഗുരുവായൂർ ജോലിയുണ്ട്. മറ്റേ ശ്രീധരൻ ഏതായാലും ജനേട്ട തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ ജനത്തിന് മുന്നിലേക്ക് വന്നത്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഒരുപാട് നന്ദി. അതെ, പൂരം പൊളിക്കുക, പൂരം പെട്ടയ്ക്കുക, പൂരത്തിലങ്ങടെ അലിയ. ഈ 30 മണിക്കൂർ നമ്മളൊക്കെ ഒന്നാണല്ലോ. ഈ പൂരം കാണുന്ന എല്ലാവരും ഒന്നാണ്, യാതൊരു മാറ്റമില്ല. ഞാൻ തന്നെയാണ് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം സജീവനും എല്ലാം ഒന്നാണ്, ഒറ്റ മനുഷ്യരാ. പൂരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ വീണ്ടും ഒറ്റയ്ക്ക് ആലോചിക്കും. എന്താ ആലോചിക്കാൻ അറിയോ? അടുത്ത കൊല്ലത്തെ പൂരം ഇതിലും ടോപ്പാവണം കേട്ടോ. അവിടെയാണ് പോയിന്റ്, ജ്യോതിഷ്ഠി കാശി അവിടെയാണ് പോയിന്റ്. അപ്പൊ അതുകൊണ്ട് മേടവെയില് വെയിലെങ്ങനെയുണ്ട്? വെയില് തകരം മൂടണം. ഒരു ജനേട്ടാ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു മറ്റേ ഇപ്പറഞ്ഞ പുരങ്ങടപുരം, അതാ നമ്മുടെ സിനിമയിലെ പാട്ട് തന്നെയാണ്. പൂരങ്ങട പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ൂര്. ഇപ്പറഞ്ഞ നാടിന് കരയേഴും ഒട്ടുക്കു പേര്, കാണണമെങ്കിൽ കാണണം ഗടി തൃശ്ശിവപേരൂര്. നാടിനൊത്ത നടുവില് പച്ചക്കൊട പിടിക്കണ കാട്, വട്ടത്തിനു കൂടുവാനിവിടവുമുണ്ടൊരു പാട്. തേക്കിങ്കാടെന്ന് പറഞ്ഞു പോരണ പേര്, പോരണമെങ്കിൽ പോരണം ഗടി തൃശ്ശിവപേരൂര്. അപ്പൊ ഞാൻ പൂരം കാണാൻ പോട്ടെ. ഓക്കെ, കാണാം. ഇത് തന്നെയാണ്, എത്ര വിശേഷങ്ങളാണ് പറഞ്ഞാലും. പൂരം ജനങ്ങൾക്കൊപ്പം.